വിശദമായ വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് UAPA കേസിൽ കുട്ടിയുടെ മാതാവ് കേരളത്തിൽ പോലീസ് നിരീക്ഷണത്തിൽ. UK-യിലായിരുന്ന യുവതി കേരളത്തിലെത്തിയത് മുതൽ പോലീസ് നിരീക്ഷണത്തിലാണ്. യുവതി കേരളത്തിലെത്തിയത് 2 ആഴ്ച മുമ്പ്. യുവതിയുടെ വിവരങ്ങൾ തേടി NIA-യും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കുട്ടിക്കെതിരെ UAPA ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷീജ അല്പസമയത്തിനകം തന്നെ ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആര്യ, ഏതായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് UAPA കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കാരണം ഈ കുട്ടിയുടെ 16-കാരനായ കുട്ടിയെയാണ് ISIS-ലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം കുട്ടിയുടെ അമ്മയുടെയും അതോടൊപ്പം തന്നെ സുഹൃത്തിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഈ അമ്മയെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് പോലീസിന്റെ ATS-ന്റെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ കുട്ടിയുടെ മാതാവ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം UK-യിലായിരുന്നു ഈ യുവതി. ഒരു 2 ആഴ്ച മുൻപാണ് ഇവിടെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നെടുമങ്ങാട് സ്വദേശിയാണ് ഈ യുവതി എന്നുള്ള വിവരവും നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത് പത്തനംതിട്ടയിലാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ പത്തനംതിട്ടയിൽ ഈ യുവതിയുടെ ആദ്യ ഭർത്താവിന്റെ സ്ഥലമാണ്. ഈ യുവതിയുടെ സ്ഥലമെന്ന് പറയുന്നത് നെടുമങ്ങാടാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും യുവതിയുടെ വിവരങ്ങൾ തേടി NIA-യുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആൺ സുഹൃത്തിന്റെ സഹോദരനെയും പോലീസ് സംശയിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ വിവരങ്ങൾ പുറത്തുവരുന്നു. കനകമല കേസിലെ പ്രതി കുട്ടിയുടെ മാതാവിന്റെ ആൺ സുഹൃത്തിന്റെ സഹോദരനാണ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇയാളും പോലീസിന്റെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ്. ഏതായാലും കുട്ടിയെ കേരളത്തിൽ എത്തിച്ചത് ആൺ സുഹൃത്തിന്റെ സഹോദരനായിരുന്നു എന്നുള്ള വിവരവും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ആറ്റുകലിലെ മതപഠനശാലയിലാക്കിയതും ഇയാൾ തന്നെയായിരുന്നു. ഈ മതപഠനശാലയിൽ നിന്നാണ് ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചതും അതേ തുടർന്നാണ് വീട്ടിലടക്കം അറിയിക്കുന്നതടക്കമുള്ള നടപടികൾ. അതിന് പിന്നാലെയാണ് പോലീസിൽ പരാതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിഷയം മുന്നോട്ട് പോകുന്നതും അതേ തുടർന്നാണ് ഈ കേസൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും കുട്ടിയെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചത് ഇയാളുടെ സമ്മർദ്ദം മൂലമാണ് എന്നുള്ളതും പോലീസ് സംശയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ആര്യ, NIA ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാന പോലീസ് ഈ വിഷയം നിലവിൽ NIA-യുടെ അന്വേഷണത്തിന് വേണ്ടി ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാന ATS തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ സംസ്ഥാന പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റേതായ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രാരംഭമായിട്ടുള്ള വിവരങ്ങൾ ഒക്കെ NIA തേടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള നീക്കങ്ങൾ NIA-യുടെ ഭാഗത്ത് നിന്നും ഈ കേസിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.